റോണി കെ ബേബി, ഇവിടെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് CPM ആവർത്തിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെയാണ് തങ്ങൾ കുടുംബത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം തുറന്നു പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യം കാണിച്ചു എന്നുള്ളത്. അതേ നിലപാട് തന്നെയാണ് വിജയരാഘവൻ ഇപ്പോഴും ആവർത്തിച്ചത് നമ്മൾ കാണുന്നത്. എന്തായാലും ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ഒരു ഭൂരിപക്ഷം, ഇത്രയധികം ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടണമെങ്കിൽ അത് അവിടെയുള്ള കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് പ്രവർത്തകരും മാത്രമല്ല, വലിയ രീതിയിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നുള്ള വോട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് എന്നുള്ള ആരോപണം കൂടി CPM പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതികരണം ഇവിടെ ശ്രീ റജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാട്, ഉറച്ച നിലപാട്, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ധീരമായ നിലപാട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ പാലക്കാട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം, അദ്ദേഹം മറ്റേതെങ്കിലും മതന്യൂനപക്ഷങ്ങള് ശക്തമായ പ്രബലമായ വോട്ട് ബാങ്കുള്ള മറ്റേതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി അവിടെ പോയി ഇങ്ങനെ ഒരു പരാമർശം നടത്തും? ഇല്ല. പാലക്കാട്ടെ സവിശേഷ സാഹചര്യങ്ങളിൽ അവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു പരാമർശം. അതുതന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് തന്നെ പറയുന്നത്. ഇവരുടെ നിലപാട് എന്നിരുന്ന ഓരോ സാഹചര്യത്തിലും, ഇവിടെ ഈരാറ്റുപേട്ട പരാമർശിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോകാം. ഞാൻ അതിന് സമീപത്തുള്ള ആളാണ്, ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. ഒരു 2 ആഴ്ച മുന്നെയാണ് അവിടെ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നത്. അവിടെ CPM മൂന്നാമത് പോയി. കഴിഞ്ഞ ഇലക്ഷന് കിട്ടിയ CPMന്റെ 150 വോട്ട് ഇപ്രാവശ്യം പോയത് SDPIക്കാ. ആ സീറ്റ് UDF നിലനിർത്തി. ഞങ്ങൾക്ക് കഴിഞ്ഞ അവിടുത്തെ വോട്ട് തന്നെ കിട്ടി, ഞങ്ങൾ സീറ്റ് നിലനിർത്തി. പക്ഷെ CPM മൂന്നാമത് പോയി. CPMന്റെ വോട്ട് N ബ്ലോക്ക് പോയത് SDPIയിലേക്ക്. അപ്പോൾ ഇവര് ഓരോ സാഹചര്യങ്ങളും ഇതുപോലെ അവര് ഓരോ നിരീക്ഷണങ്ങൾ. ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ മലപ്പുറത്ത് ശ്രീ രാഹുൽ ഗാന്ധി 3,60,000 വോട്ടിന് ജയിക്കുന്നു, പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിന് ജയിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, പരാമർശം എന്ന് പറയുന്നത് മറ്റ് ഇങ്ങനെയുള്ള തീവ്ര മുസ്ലിം നിലപാടെടുക്കുന്ന സംഘടനകളൊക്കെ പിന്തുണ കൊണ്ടാണോ UDFനും കോൺഗ്രസിനും ഒക്കെ ഇത്രയും വലിയ വിജയം കിട്ടുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ കോട്ടയം പാർലമെന്റ് സീറ്റിലേക്ക് വരിക, അല്ലെ പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലേക്ക് വരിക, അവിടെയൊക്കെ മുസ്ലിം വോട്ട് ശതമാനം എത്രയുണ്ട്? ഞാൻ പ്രതികരിക്കുന്നത് പത്തനംതിട്ട. അവിടെ ഒരു 5%, 6% മുസ്ലിം വോട്ടുകളുള്ളൂ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾ 75,000 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. കോട്ടയം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 ലക്ഷം വോട്ടിന് മുകളിലാണ് നിങ്ങൾ ജയിച്ചത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു വിജയം ഉണ്ടാകുമ്പോൾ, കാരണം നമ്മൾ ഒരു കാര്യം വ്യക്തം, നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലെ സമ്മതിദായകരെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. നമ്മൾ ഒരിക്കലും അവരെ വില കുറച്ച് കാണരുത്. ഒരിക്കലും അവരൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ, കാരണം നമ്മൾ കേരളത്തിലെ ഒരു മതേതര സമൂഹത്തെ നമ്മൾ അത് ബഹുമാനത്തോടെ തന്നെ നമ്മൾ കാണണം. അല്ലാതെ അത് ഈഴവ വോട്ട്, അല്ലെങ്കിൽ നായർ വോട്ട്, അല്ലെ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, അല്ലെ തീവ്ര മുസ്ലിം വോട്ട്, അങ്ങനെ ഒന്നും നമ്മൾ കാണരുത്. ഒരാൾ ജയിച്ചെങ്കിൽ അത് ജയിച്ചതിനെ നമ്മൾ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് നമ്മൾ കാണും. ഞാൻ ബഹുമാനോട് ശ്രീ റജി സെക്രട്ടറിയോട് ചോദിച്ചോട്ടെ, അവർക്ക് കേരളത്തിന് പുറത്ത് CPMന് വേറെ 2-3 എംപിമാരുണ്ടല്ലോ. അവരൊക്കെ അവിടെ വോട്ട് പിടിച്ചതും വോട്ട് നേടിയതും കോൺഗ്രസിന്റെ കൊടി പിടിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച പബ്ലിസിറ്റി മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനെയൊക്കെ തള്ളി പറയാൻ വേണ്ടിയിട്ട് ഈ വിജയരാഘവനും അതുപോലെ തന്നെ റജി ലൂക്കോസിനും ഒക്കെ കഴിയുമോ? ഇല്ല. കാരണം അവര് ഇപ്പോൾ കൃത്യമായി തന്നെ കേരളത്തിൽ ഒരു അടവ് നയം, ഞാനതാണ് കൃത്യമായി തന്നെ ഞാൻ ഇവരെ എങ്ങോട്ട് വേണമെങ്കിലും പാലവിടും. നാളെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഈ പറയുന്ന SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ട് വേണമെങ്കിൽ അവർ ആ രീതിയിലുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കും. കാരണം കേരളത്തിൽ ഇത്രയും സമൃദ്ധമായി ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുവാനും തങ്ങളുടെ അടിമക്കൂട്ടങ്ങളെ കൊണ്ട് അത് ആവർത്തിച്ച് പറയിപ്പിക്കുവാനും അത് വിശ്വസിപ്പിക്കുവാനും CPMനോടൊപ്പം കഴിയുന്ന മറ്റൊരു കേഡർ പാർട്ടി ഇല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ച് ചോദ്യം പോലും ചോദിക്കാതെ, വിമർശിക്കുക പോലും ചെയ്യാതെ, നേതൃത്വം എന്ത് പറഞ്ഞാലും അത് ഓശാന പാടിക്കൊണ്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറെ അടിമക്കൂട്ടങ്ങളാണ് CPMന്റെ കേരളത്തിലെ എല്ലാ കാലത്തും കരുത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിജയരാഘവൻ പറയുന്നത്, കാരണം ഇത്രയും പച്ച വർഗീയത ഇങ്ങനെ ഇവിടെ പറഞ്ഞൊരു കാര്യം തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട റജി സക്രിയാസ് പറഞ്ഞു, അല്ലെ പാണക്കാട് തങ്ങളിനെയൊക്കെ ഞങ്ങൾ വലിയ ബഹുമാനത്തോടെ കാണുന്നു. ഈ വിജയരാഘവൻ തന്നെ ഒരു 3 വർഷം മുന്നേ നടത്തിയ സ്റ്റേറ്റ്മെന്റ് 2021 അന്ന് അദ്ദേഹം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി CPMന്റെ, അന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളുടെ ഘടകകക്ഷിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ മുന്നണിയുടെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പാണക്കാട് തങ്ങൾ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പാണക്കാട്ടേക്ക് പോകുന്നത് വർഗീയ ശക്തികളുമായി പാലം ഇടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞയാളാണ് ഈ വിജയരാഘവൻ. അപ്പോൾ ഈ വിജയരാഘവൻ അദ്ദേഹം CPMന്റെ നേതാവാണോ അതോ ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതാവാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ CPMന്റെ അകത്തുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ സ്ലീപ്പിംഗ് സെല്ലിന്റെ
നേതാവാണോ വിജയരാഘവൻ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPM-ന്റെ അകത്ത് സംഘപരിവാറിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്ന് CPI-യുടെ നേതാക്കൾ തന്നെ, ആനി രാജയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ, അല്ലെ കേരള പോലീസിൽ പിന്നെ RSSന്റെ സ്ലീപ്പിംഗ് സെല്ല് ഉണ്ടെന്നൊക്കെ ആനി രാജയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ നിറം മാറുന്നു, ചുവപ്പ് മാറി കാവ്യായി മാറുന്ന ഒരു ചിത്രമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കാരണം ഒരു 2-3 വർഷം മുന്നെയൊക്കെ CPM അവരുടെ BJP ചായ്വ്, BJP-യോടുള്ള അവരുടെ അനുകൂല നിലപാടുകൾ അവര് രഹസ്യമായിട്ടായിരുന്നു പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മറയുമില്ലാതെ പരസ്യമായി പിന്നെ CPM ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് എനിക്ക് വിനീതമായി CPM-ന്റെ നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ മതേതര രാഷ്ട്രീയം ഒക്കെ പറയുന്നത് അവസാനിപ്പിച്ച് നിങ്ങൾ BJP-യുമായി ഒരു മുന്നണി ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി പിന്നെ മത്സരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇത്രയും മറയില്ലാതെ പിന്നെ നിങ്ങൾ BJP പറയുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടത്, ഞാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞോട്ടെ, ശ്രീ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഏറ്റവും അതിനിശ്ചിതമായി വിമർശിച്ചത് ശ്രീ പിണറായി വിജയനാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ അത്ഭുതപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, BJP പോലും സംസാരിക്കാത്ത രീതിയിലാണ് CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്നത് എന്ന് പറഞ്ഞത് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇന്ന് എന്താ പല ഘട്ടത്തിലും BJP-ക്ക് കോൺഗ്രസിനെ അടിക്കുവാനുള്ള വടി കൊടുക്കുന്നത് CPM-ആയി മാറിയിരിക്കുന്നു. ഈ വിജയരാഘവന്റെ പ്രസ്താവന തന്നെ കേരളത്തിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെട്ടത്, ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ നടന്നൊരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ ഇതുപോലുള്ള പരാമർശം നടത്തിയിരുന്നതാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ CPM, അപ്പോൾ ദേശീയ തലത്തിലുള്ള വിലയിരുത്തൽ, ഇപ്പോൾ എനിക്ക് വിനീതമായി പിന്നെ അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ എന്ന് CPM നിങ്ങൾ എന്ത് ഇരട്ടത്താപ്പാണ്? നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരു രാഷ്ട്രീയം പറയും, നിങ്ങൾ മോദി വിരുദ്ധ രാഷ്ട്രീയം പറയും, RSS വിരുദ്ധ രാഷ്ട്രീയം പറയും, BJP വിരുദ്ധ രാഷ്ട്രീയം പറയും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കും, പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കും, നിങ്ങൾ മതേതര ചേരിയുടെ ഒപ്പമാണെന്ന് പറയും. കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ BJP പറയുന്നതിനേക്കാൾ തീവ്രമായി ഈ പറയുന്ന രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അത് വളരെ കൃത്യമായി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ റിജി ലൂക്കോസ് പറയുന്നു, ഇവിടെ മതേതര സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുവാൻ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു. ഒരു ചുക്കുമില്ല. കാരണം CPM ഇത്രേ ഉള്ളൂ, CPM-ന്റെ നേതാക്കൾ ഇത്രേ ഉള്ളെന്നുള്ളത് കേരളത്തിലെ ജനം കൃത്യമായി തന്നെ വിലയിരുത്തി. നിങ്ങൾ ഇനി എന്നാ തീവ്ര നിലപാടുകൾ പറഞ്ഞാലും ഈ രാജ്യത്തെ മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കരച്ചിൽ ഇവിടെ നടത്തിയാലും അതൊന്നും ഇനി ചെലവാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട മുഖം ഇന്ന് കേരളം ഇതോടുകൂടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജയരാഘവന്റെ പ്രസ്താവനയോട് വലിയ പ്രതികരണം ഒന്നും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം CPM ഇത്രക്കൊക്കെ ഉള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ എന്നാ ചെയ്താലും CPM കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് അവസാനത്തെ, കാരണം കാൽച്ചുവട്ടിലെ അവസാന തരി മണ്ണ് ഒഴുകി പോകുമ്പോഴുള്ള അവസാനത്തെ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അടുത്ത 2026 തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കും.